ഈ യുവാവട്ടെ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നതായി കാണുന്നു. ആ യുവാവട്ടെ ധൃതിയിൽ തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റോർ റൂമിൽ എത്തിച്ചതിന് ശേഷം അവൾ മോഷ്ടിച്ച സാധനങ്ങൾ പുറത്തേക്ക് വെക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പെൺകുട്ടി വെറും വില കുറഞ്ഞ 3 പാക്കറ്റ് ബ്രെഡുകൾ മാത്രമേ മോഷ്ടിച്ചിരുന്നുള്ളൂ എന്ന്. അവൾ മറ്റെന്തെങ്കിലും കൂടി മോഷ്ടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി യുവാവട്ടെ പോകാൻ തുടങ്ങിയ പെൺകുട്ടിയെ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് തടഞ്ഞു നിർത്തുന്നു. ഈ സമയത്ത് അവളുടെ ഡ്രസ്സ് കുറച്ച് അയഞ്ഞ് താഴേക്ക് പോകുന്നുമുണ്ട്. അവൾ കരുതിയിരുന്നത് യുവാവ് അവളോട് മോശമായി പ്രവർത്തിക്കാൻ പോവുകയാണെന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവൻ അവളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. കാരണം അവൻ റീബോൺ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ പെൺകുട്ടിയാവട്ടെ അവന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് മോഷണം നടത്തുന്ന കണ്ടിട്ട് അവളെ നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ട് അവനാവട്ടെ ആ സ്പോട്ടിൽ തന്നെ ആ വിവരം പുറത്തുവിടുന്നില്ല. എന്നാൽ അവൻ അറിയില്ലായിരുന്നു ആദ്യമായി മോഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടി വല്ലാതെ പരിഭ്രാന്തിയായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവളാവട്ടെ ഒരു കാർ അപകടത്തിൽ പെടുന്നുമുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവൻ ആജീവനാന്തം കുറ്റബോധം തോന്നിയിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കഴിവുകൊണ്ട് തന്നെ അവനൊരു ധനികനായി മാറുന്നുണ്ട്. ആ പ്രദേശത്തെ അവൻ അവന്റെ ഫിയാൻസിയെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി വിലപിടിപ്പുള്ള ഒരു മാലയും ഒരു ഫ്ലവർ ബൊക്കെയുമായി ജോലി നേരത്തെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈ സമയത്ത് യുവാവട്ടെ അവന്റെ ഫിയാൻസി അവളുടെ ലവറോടൊപ്പം ഒരു കഥ പറയുന്നത് കേൾക്കുന്നുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും മോശക്കാരനായ വിദ്യാർത്ഥിയായിരുന്നു അവൻ. ഒടുവിൽ അവന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു. ഈ സമയത്താവട്ടെ അവനിൽ പ്രോത്സാഹനം ഉണർത്താനായി ഒരു ചെറിയ നോട്ട് അവന്റെ പക്കൽ ആരോ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആ വാക്കുകൾ പ്രചോദിതനായതിനു ശേഷമാണ് അവൻ ഇത്രയും വലിയൊരു ധനികനായി മാറിയിരുന്നത്. ഇത്രയും വർഷം അവൻ കരുതിയിരുന്നത് അവന്റെ ഫിയാൻസിയാണ് ആ ചെറിയ നോട്ട് എഴുതി അവന്റെ പക്കൽ കൊണ്ടുവച്ചിരുന്നതെന്നാണ്. എന്നാൽ അവന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ അപകടത്തിൽപ്പെട്ട ആ പെൺകുട്ടിയായിരുന്നു ശരിക്കും ആ പ്രചോദിതമായ നോട്ടുകൾ അവന് വേണ്ടി എഴുതി വെച്ചിരുന്നത്. ആ പെൺകുട്ടി തന്നോട് കാണിച്ച ദയയുടെ ക്രെഡിറ്റും ഫിയാൻസി സ്വന്തമാക്കി. അതുമാത്രമല്ല കാമുകനോടൊപ്പം ചേർന്ന് അവൾ തന്നെ ചതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി യുവാവട്ടെ ദേഷ്യത്തോടെ തന്നെ അവരുടെ കള്ളങ്ങൾ പൊളിക്കാനായി ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. എന്തിനാണ് തന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച് ഫിയാൻസിയെ അവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കമ്പനിയിലെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെയ്സ് വെച്ച് ആ യുവാവിന്റെ തലക്കടിച്ച് ആ പെൺകുട്ടിയാവട്ടെ അവനെ കൊലപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ പിന്നീട് അവൻ കണ്ണു തുറന്നപ്പോഴാവട്ടെ 10 വർഷങ്ങൾ പിന്നിട്ടുള്ള പാസ്റ്റിൽ അവൻ പുനർജനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അവന് മനസ്സിലാവുന്നു. ഈ സമയത്ത് അവന്റെ അമ്മയാവട്ടെ കിടന്നുറങ്ങാതെ പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നേ ദിവസം തന്നെയാണ് പെൺകുട്ടി അപകടത്തിൽ പെടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി യുവാവട്ടെ പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ കാർ അപകടമുണ്ടായി മരണപ്പെടുന്ന സമയത്ത് യുവാവട്ടെ അവളെ ആ സ്റ്റോർ റൂമിൽ തടഞ്ഞു വെക്കുന്നു. വില കുറഞ്ഞ 3 ബ്രെഡുകൾ മാത്രമേ അവൾ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് യുവാവിനാവട്ടെ വല്ലാത്ത വിഷമം തോന്നുകയും അവൾക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പാക്ക് നൂഡിൽസ് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ അത് കഴിക്കാനായി നിരസിക്കുന്നു. അവളത് കഴിക്കാൻ വേണ്ടിയിട്ട് യുവാവട്ടെ താനൊരു കള്ളിയെ പിടിച്ചേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ അവന്റെ വാ പൊത്തിയിട്ട് ആ നൂഡിൽസ് മുഴുവൻ കാലിയാക്കുന്നുണ്ട്.